ഹലോ ഗൈസ്, നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിൽ വിളമ്പുന്ന മസാലക്കറിയാണ്. അതിനാവശ്യമായിട്ടുള്ള 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്ത് കട്ട് ചെയ്യുക. അതേപോലെ തന്നെ ക്യാരറ്റും തൊലി കളഞ്ഞെടുത്ത് കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഒരു ഉള്ളി പൊടിയായി അരിഞ്ഞത്, അതേപോലെ തന്നെ ഒരു തക്കാളി, 2 പച്ചമുളക് ഇട്ട് നല്ല രീതിക്ക് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. അതിനുശേഷം നമ്മൾ മസാലപ്പൊടികളായിട്ടുള്ള 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടി, അതിനുശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്യുക. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് മുന്നേ വേവിക്കാൻ വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, 2 ഉരുളക്കിഴങ്ങ്, അതേപോലെ തന്നെ ഒരു ക്യാരറ്റ്, പിന്നെ ഗ്രീൻ പീസ്, നമുക്കിത് മസാലക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രീൻ പീസ്, പിന്നെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള സോയാബീനും ഇതിൽ ആഡ് ചെയ്യുക. ഇതിൽ ആഡ് ചെയ്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. ഈ മസാലയുടെ കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പകുതി വേവിച്ചിട്ടേ ഉള്ളൂ വെജിറ്റബിൾസൊക്കെ, ബാക്കി പകുതി നമ്മൾ ഈ പാനിൽ കിടന്ന് വേവണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം വേറൊരു പാൻ എടുത്ത് നമ്മൾ അതിൽ ഈ മസാലക്കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റുക. അത് വഴറ്റിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമ്മൾ നല്ല രീതിക്ക് മിക്സിയിലിട്ട് അത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അതിനുശേഷം ആ മിക്സ് നമ്മൾ ഇതിൽ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്ത് നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. കാരണം ഈ വെള്ളം മൊത്തം വറ്റി ഇത് ഡ്രൈ ആവണ വരെ ഇത് വേവണം. ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ടിട്ട് നല്ല രീതിക്ക് വഴറ്റണം. വഴറ്റി കഴിഞ്ഞിട്ട് ഈ വെള്ളം മൊത്തം വറ്റി സെറ്റാകുമ്പോൾ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള മസാലക്കറി ഇവിടെ തയ്യാറായി. അപ്പോൾ